ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാമെന്ന ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിയിരിക്കുന്ന മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് റിലീസ് എത്തിയിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമായിരുന്നു. ഡിയർ ഉമ്മ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ്. പൃഥ്വി അംബർ, സുമയ റെഡ്ഡി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ സായി രാജേഷ് മാധവ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡിയർ ഉമ്മ എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയതിനും ചിത്രത്തിന് വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഏപ്രിൽ മാസം 18 തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സൺ നെക്സ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ തെലുങ്ക് ഭാഷയിൽ സൺ നെക്സ്റ്റ് ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തമിഴിൽ നിന്ന് റിലീസ് എത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. നവീൻ ചന്ദ്ര, ഋഷി സിംഗ്, രവി വർമ്മ, ആരി റസ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രക്ക് രാകേഷ് വർമ്മ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സിനിമ. മെയ് മാസം 9 തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ചിത്രം മലയാളത്തിലടക്കം ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസിൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് എത്തിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇരവൻ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. നവീൻ ചന്ദ്ര, അഭിരാമി, സായി സാഷിഖ്, റേയ ഹരി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ലോകേഷ് അജിരിസ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഇരവൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം മെയ് മാസം 16 ആയിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ചിത്രം ആഹ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈം വീഡിയോസ്, ടെൻറ്റിക്കോട്ട തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ സന്താനം കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന സിനിമയാണ്. S പ്രേമാനന്ദാണ് തിരക്കഥ എഴുതിയ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. സന്താനത്തിനോടൊപ്പം തന്നെ സെൽവരാഘവൻ, ഗൗതം വാസുദേവൻ, ഗീതിക തിവാരി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ചിത്രം C5 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്, നിർമ്മാണം മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് C5 വഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഇന്നത്തെ ഒരു സർപ്രൈസ് OTT റിലീസ് നോക്കുകയാണെങ്കിൽ വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിട്ടുള്ള എയ്സ് എന്ന് പറയുന്ന സിനിമയാണ്. അറുമുഖ കുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എയ്സ് എന്ന് പറയുന്ന സിനിമ. വിജയ് സേതുപതി, രുക്മിണി വസന്ത തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ മാത്രമേ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളൂ. അടുത്തായിട്ട് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ കന്നഡയിൽ നിന്നുള്ള ചിത്രമാണ്. ശുഭം എന്ന് പറയുന്ന കന്നഡ ചിത്രമാണ്. ഇപ്പോൾ ചിത്രം ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കന്നഡയ്ക്ക് പുറമെ തന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷകളിലായിട്ട് നമുക്ക് ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രമെത്തിയ കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമയാണ്. അക്ഷയ് കുമാർ, R മാധവൻ, അനന്യ പാണ്ഡ്യ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കരൺ സിംഗ് ത്യാഗിയെ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന സിനിമ. 140 മുതൽ 150 കോടിക്ക് അടുത്തുള്ള തുക ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ചത്തെ മലയാളത്തിൽ നിന്നുള്ള സർപ്രൈസ് OTT റിലീസ് നോക്കുകയാണെങ്കിൽ നസ്ലിൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയാണ്. നസ്ലിൻ, ലുക്മാൻ അവറാൻ, ഗണപതി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിദ് റഹ്മാൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. 65 കോടിക്ക് മുകളിൽ കളക്ഷൻസ് നോക്കി ഈ വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന. ഇപ്പോൾ ചിത്രം OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള സോണി ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT റിലീസ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ച് നോക്കിയാൽ ഒന്നാമത്തെ ചിത്രം മലയാളത്തിലുള്ള ചിത്രമാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന സിനിമ. മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗൗതം വാസുദേവനും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രത്തിന് OTT റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. C5 വരുന്ന ജൂൺ മാസം 27 ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ആഴ്ചത്തെ ഒരു സർപ്രൈസ് OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടേതാണ്. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രಕ್ಕೆ അനുരാജ് മനോഹർ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് മികച്ച അഭിപ്രായം, മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജൂൺ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തോടുകൂടി ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജൽ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം തന്നെ സിജു വിൽസൺ, കോട്ടയം നസീർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽജി തുടങ്ങിയവരായിരുന്നു ഡയറക്ട്
ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ആദ്യത്തോടുകൂടി തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനാഥ് ബാസി കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ആസാദി എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ശ്രീനാഥ് ബാസി, വാണി വിശ്വനാഥ്, രാജ്, സജീവ് കുറുപ്പ്, റവീണ രവി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ജോർജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ആസാദി എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. മെയ് മാസം 23 തീയതി ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം ജൂൺ മാസം OTT റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ്. ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസ, സിദ്ദിഖി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ജൂൺ മാസം 20 തീയതി സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മലയാള ഭാഷയിൽ മാത്രമേ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇത്ര ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളെ നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.